നമസ്കാരം. പ്രവാസികളാണ് നമ്മുടെ നാടിന്റെ നട്ടെല്ല് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളം മാത്രമല്ല, ഇന്ത്യയുടെ വികസനത്തിന് പിന്നിൽ പോലും പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എന്തായാലും പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന്റെ തോത് ഓരോ വർഷവും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഈ വർഷം 12,500 കോടി ഡോളറാണ് ഇന്ത്യയിലേക്ക് പ്രവാസികളിൽ നിന്നും എത്തുന്നതായി പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3% കൂടുതൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസി പണം വരുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാവട്ടെ ഇന്ത്യയേക്കാൾ വളരെ പിന്നിലുമാണ്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ 1,400 കോടി ഡോളറിന്റെ വർധനവാണ് ഇത്തവണ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് ലോക ബാങ്ക് തന്നെ പുറത്തുവിട്ട ഡേറ്റയിൽ പറയുന്നുണ്ട്. ഇന്ത്യ വലിയ ലാഭമാണ് ഇക്കാര്യത്തിൽ കൊയ്യുന്നത് എന്നുകൂടി ലോക ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് പണം വരുന്നത് എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അമേരിക്ക, ബ്രിട്ടൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന ഈ പ്രവാസി പണത്തിന്റെ 36% എത്തുന്നത് ഈ 3 രാജ്യങ്ങളിൽ നിന്നുമാണ്. UAE, സൗദി അറേബ്യ, ഖത്തർ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 18%-ഓളമാണ് GCC രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന പ്രവാസി പണം എന്നുകൂടി ലോകബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും GCC രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന പണത്തിന്റെ അളവിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കഴിഞ്ഞ വർഷം ഇന്ത്യയും UAEയും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറാണ്. പ്രാദേശിക കറൻസികളിൽ ഇടപാട് നടത്താം എന്നുള്ള ഒരു സുപ്രധാന കരാറിൽ ഇന്ത്യ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും GCC രാജ്യങ്ങളുമായി. എന്തായാലും ഇന്ത്യയിലേക്ക് പ്രവാസികൾ പണം ഒഴുക്കുകയാണ്. അതിന് ഇന്ത്യയുടെ തന്നെ ചില പോളിസികൾ ഏറെ സഹായിച്ചിട്ടുമുണ്ട്. അങ്ങനെ ആ റെക്കോർഡ് നേട്ടം വീണ്ടും ഇന്ത്യയെ തേടിയെത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.